റിനി ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നു വി.ഡി. സതീശൻ തനിക്ക് അച്ഛനെ പോലെയാണ്. അവർക്ക് കുടുംബ ബന്ധമുണ്ട്. ആ കാര്യം ചൂണ്ടിക്കാണിച്ച ശേഷമാണ് ഇത് വി.ഡി. സതീശനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 കൊല്ലം മുമ്പ് പറഞ്ഞ ആ കാര്യത്തിൽ താൻ രാഹുലിനെ അച്ഛനെ പോലെ ഉപദേശിച്ചു എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറയുന്ന കാര്യം. അതൊരു പക്ഷേ ഒരു അശ്ലീല സന്ദേശത്തിൻ്റെ കാര്യമാണെങ്കിൽ സ്വാഭാവികമായും ഒരുപക്ഷേ ഒരു മുതിർന്ന നേതാവ് അത്രയും ആയിരിക്കും ചെയ്യുക. ഉപദേശിക്കും. ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്തോ എന്നുള്ള കാര്യം പരിശോധിച്ചോ? അതിലപ്പുറമുള്ള പരാതികൾ വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിലേക്ക് എത്തിയില്ല എന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. കാരണം ഉയർന്നു കേൾക്കുന്ന പരാതികൾ, ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളല്ല, നമ്മളുടെ മുന്നിലേക്കൊക്കെ വന്നിരിക്കുന്ന ചാറ്റുകളുടെ നീണ്ട നിരയാണ്. അതിൽ ചിലത് നമുക്ക് സംശയമുണ്ടാക്കുന്നതാണ്. പക്ഷേ ചിലത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുകയും നമ്മൾ അന്തം വിടുകയും ചെയ്യുന്ന ചാറ്റുകളാണ്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും സ്ത്രീകൾ ഈ ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന സ്ത്രീകളുടെ പ്രതികരണം മുഴുവൻ ഒരു നിസ്സഹായതയിൽ നിന്ന് വരുന്നതാണ്. ആ നിസ്സഹായതയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എങ്ങനെയാണ് ആ നിസ്സഹായത വരുന്നത്? അപ്പുറത്ത് നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവ് എന്ന പവർ ഉപയോഗിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കിയത് എന്ന് കാണാം.